കണ്ട ദൃശ്യങ്ങൾ തൃപ്പൂണിത്തുറ സ്വദേശിയായിട്ടുള്ള കണ്ണൻ തൻ്റെ ഫാമിലിയുമൊത്ത് മലപ്പുറത്തേക്ക് കാറിൽ പോകുമ്പോൾ കാറിലെ ഡാഷ് ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങളാണ്. അതായത് ട്രാക്ക് തെറ്റിച്ചെത്തിയ ലോറി. പുന്നൂർ ഭാഗത്ത് കുറച്ച് ഏരിയയിൽ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ കഴിഞ്ഞിട്ട് ലൈൻ ഉണ്ടായിരുന്ന നല്ല രീതിയിൽ ട്രാഫിക്കുള്ള ഹൈവേയിലേക്ക്, പുതിയ ഹൈവേയിലേക്ക് കയറി ഒരു 6 കിലോമീറ്ററോളം ഞങ്ങൾ മുന്നോട്ട് പോയതിന് ശേഷം എൻ്റെ സൈഡിലൊരു മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ലോറി പോന്നു. അപ്പോൾ വലിയ ലോറി അത് വലിയൊരു ലോറി. അപ്പോൾ അത് പതുക്കെയാണ് പോകുന്നത്. അപ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും അധികം സ്പീഡിലല്ല. നോർമലി നമ്മൾ ഈ റോഡിൽ കയറിയ സ്പീഡ് എടുക്കാറുണ്ട്, ഞാനും എടുക്കാറുള്ളതാണ്. ഫാമിലി ആയിട്ടൊരു ജോളി മൂഡിൽ പോകുന്നതുകൊണ്ട് നമ്മൾ പതുക്കെയാണ് പോയത്. അപ്പോൾ ഈ വണ്ടിയെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ റൈറ്റിൽ ഓവർടേക്ക് ചെയ്യുന്ന ട്രാക്കിലേക്ക് വണ്ടി എടുത്തു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഒരു കാർ ഉണ്ടായിരുന്നു. ആ കാർ പെട്ടെന്ന് വെട്ടിച്ച് മാറ്റിയപ്പോഴാണ് ഞാൻ ഈ ഒരു ലോറി വരുന്നത് കാണുന്നത്. എനിക്ക് ലെഫ്റ്റിലോട്ട് വെട്ടിക്കാനും പറ്റില്ല, റൈറ്റിൽ ബാരിക്കേഡാണ്, ലെഫ്റ്റിൽ ഈ ലോറിയാണ്. ഭാഗ്യത്തിന് ഞാൻ സ്ലോ ആയിരുന്നുകൊണ്ടും ആ ലോറി കറക്റ്റ് മാറുകയും ഞാൻ ലെഫ്റ്റിലേക്ക് വണ്ടി മാറ്റുകയും കൂടെ ആയിരുന്നു. അപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട് ബാക്കിൽ നിന്ന് ഏതെങ്കിലും വണ്ടി വരുവാണെങ്കിൽ വീണ്ടും എനിക്ക് ഇടി കിട്ടുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. ഗതാഗത മന്ത്രിക്കും പിന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജ് സാറിനും RTOയ്ക്കും ഒക്കെ ആയിട്ടൊരു ഇമെയിൽ സന്ദേശം ഇമെയിലിൽ പരാതി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഭാഗത്തു നിന്നൊരു മറുപടി എനിക്ക് ലഭിച്ചു. ഇന്നിപ്പോൾ ഈവനിങ് ആയപ്പോഴത്തേക്ക് അവർ വേണ്ട നിയമ നടപടി സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കൃത്യമായൊരു നടപടി മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ MVDയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകണം എന്നതാണ്. അത് പൊതുസമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് കൂടി ഗുണകരമാകും.